നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കോടിക്കുളത്ത് പാടശേഖരത്ത് വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ പൊട്ടിവീണിട്ട് ഒരു മാസം പിന്നിടുന്നു. വൈദ്യുതി ബോർഡ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. നേതാക്കൾ എല്ലാവരും ജോസ് കെ മാണിയെ കൈവിട്ടതായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന റോഷി അഗസ്റ്റിൻ മാത്രമാണ് ജോസ് കെ മാണിയോടൊപ്പം ഉള്ളതെന്ന് ജോസഫ് പരിഹസിച്ചു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDF-ൽ ചേരുന്നതിൽ പ്രതിഷേധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി തോമസ് കാട്ടുപാലത്തിൽ ഉൾപ്പെടെ 250ഓളം പ്രവർത്തകർ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. CPM പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി പതാക ഉയർത്തി. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ മത്സ്യകൃഷിയുടെ 3ാം വർഷ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനം മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോടിക്കുളത്തെ ഒരു കർഷകൻ. നെൽപ്പാടത്ത് വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ പൊട്ടിവീണത് നന്നാക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അപകടമുണ്ടായ ശേഷം നടപടി സ്വീകരിക്കുന്നതാണല്ലോ പതിവ്. കാർഷിക മേഖലയിൽ പുരോഗതി നേടുവാൻ വേണ്ടിയാണ് സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത്. വിവിധ വകുപ്പുകളും സഹകരണ മേഖലയും സജീവമായി പദ്ധതി നടപ്പിലാക്കി വരികയാണ്. നെല്ലുൽപാദനത്തിനാണ് പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം. ഒരു വശത്ത് കാര്യങ്ങൾ മനോഹരമായി പോകുമ്പോൾ ദുരിതത്തിലായ ഒരു നെൽകർഷകൻ നെയ്യശ്ശേരിയിലുണ്ട്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള വൈദ്യുതി വകുപ്പാണ് കർഷകനെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. നെൽപ്പാടത്തിലേക്ക് വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ട് ഒരു മാസത്തിലേറെയായി. ഇതുവരെ വൈദ്യുതി ലൈൻ പാടത്തു നിന്ന് മാറ്റുവാൻ വൈദ്യുതി ബോർഡ് അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുമൂലം പാടം കൊയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കർഷകനായ സെബാസ്റ്റ്യൻ കാര്യവേലിൽ പറയുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ താഴ്വശത്ത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവിടുന്ന് കമ്പി കിടക്കുകയും അവിടെ കണ്ടത്തിലൂടെ കമ്പി നിലത്ത് വീണ് കിടന്നിട്ട് ഒരു മാസത്തോളം കഴിഞ്ഞു. അത് അധികൃതരെ വിളിച്ചു പറയുകയും അവർ ഒന്നും നേരെ നോക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. ഇന്നലെ അവർ വന്ന് കമ്പി എല്ലാടെ വാരി നിരത്തിയിട്ടിട്ട് വീണ്ടും പോവുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ നെല്ല് കാറ്റിലും മഴയിലുമായിട്ടും മൊത്തം നാശനഷ്ടം സംഭവിക്കുകയും വീണ്ടും കൊയ്യുവാനിറങ്ങാൻ ആളുകൾ വരുമ്പോൾ കമ്പി കാണുമ്പോൾ വിസമ്മതിച്ചു പോവുകയും ഞാൻ ബാങ്കിൽ നിന്നും പണയം വെച്ചും അല്ലാതെയുമായി പൈസ എടുത്തായിരുന്നു. അത് തിരിച്ചടയ്ക്കുവാനോ ₹1 എനിക്ക് കിട്ടുവാനോ സാധിച്ചിട്ടില്ല. നെയ്യശ്ശേരി സ്വദേശിയായ സെബാസ്റ്റ്യൻ കോടിക്കുളത്ത് 3.5 ഏക്കർ പാടം പാട്ടത്തിനെടുത്താണ് നെല്ല് വിതച്ചത്. കനത്ത മഴയിലും കാറ്റിലും കൃഷി കുറച്ചധികം നഷ്ടപ്പെട്ടിരുന്നു. ശേഷിക്കുന്ന നെല്ലെങ്കിലും കൊയ്തെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ദുർഗതി. അധികാരികളും ജനപ്രതിനിധികളും കൊയ്ത്തുത്സവം ആഘോഷമാക്കി നടത്തുമ്പോൾ ഇവരെ പോലുള്ള കർഷകരെ കാണാത്തത് എന്തുകൊണ്ടാണ് എന്ന സംശയം ബാക്കിയാവുകയാണ്. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന് സമീപമാണ് നെൽവയലിൽ വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ കിടക്കുന്നത്. ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് ഒരു ജനപ്രതിനിധിയും തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BBC ന്യൂസ്, കോടിക്കുളം. നേതാക്കൾ എല്ലാവരും ജോസ് കെ മാണിയെ കൈവിട്ടതായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന റോഷി അഗസ്റ്റിൻ മാത്രമാണ് ജോസ് കെ മാണിയോടൊപ്പം ഉള്ളത്. റോഷി അഗസ്റ്റിൻ ജോസിന്റെ വെറും കൊഴിലൊത്തുകാരൻ മാത്രമാണെന്നും PJ ജോസഫ് പറഞ്ഞു. അതിരമ്പുഴ പഞ്ചായത്ത് 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 9 പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 9 പേര് ഞങ്ങളോട് പോന്നു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യം 9 ആയി. അവിടുത്തെ ദേവസ്യ 20 കൊല്ലം മാണിയുടെ നിയമമണ്ഡലം പ്രസിഡൻ്റായിരുന്ന ആൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. ഇന്നലെ ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമാണിപ്പോൾ. അപ്പോൾ അവിടെയുള്ള ഒരു N ബ്ലോക്കായിട്ട് ആളിഞ്ഞ് പോന്നുകൊണ്ടിരിക്കുക. പ്രിൻസ് ലൂക്കോസ് ആ മേഖലയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു, ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ പാർലമെൻറ്റ് നിർത്താൻ ആലോചിച്ച ആൾ അദ്ദേഹം ഞങ്ങളിവിടെ ചേർന്നിരിക്കുന്നു. പിന്നെ അവിടെയൊന്നും വേറെ ഒരു ചിന്തയ്ക്ക് ആവശ്യമില്ല എന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കുകയാണ് ഉചിതം. ജോസ് കെ മാണി വിഭാഗത്തെ പരാജയപ്പെടുത്തണം, അതാണ് നല്ലത്. ആ കാര്യങ്ങൾ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഈ വ്യാഴാഴ്ച നടന്ന യോഗത്തിൽ അങ്ങനെ എല്ലാ സീറ്റുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു വാർത്ത വരുന്നു. അങ്ങനെയല്ല, പ്രിൻസിപ്പിൾ. അതായത് ഈ വിഭജനത്തിൽ മാണി ഗ്രൂപ്പിലെ നേതാക്കന്മാരും
CF തോമസ്, ജോയി എബ്രാഹിം, ഉണ്ണിയാടൻ, അറക്കൽ ബാലകൃഷ്ണപിള്ള, ജോസഫ് അമ്പുതുശ്ശേരി, വിക്ടർ തോമസ്, കൊട്ടാരക്കര പൊന്നച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ ഉടനെ വന്നു. ജോസഫ് അമ്പുതുശ്ശേരി ഒടുവിൽ വന്നു. അപ്പോൾ ഇനി അപ്പുറത്ത് ആരാ ഉള്ളത്? ഏതെങ്കിലും നേതാവ് അപ്പുറത്തുണ്ടോ? കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അർത്ഥശൂന്യമായ പ്രസ്താവന നടത്തുന്ന റോഷി അഗസ്റ്റിൻ. മാണിസാറിൻ്റെ ഒഴിവിൽ ആ സീറ്റിൽ എന്നെ ഇരുത്തതെന്നും പറഞ്ഞ് സ്പീക്കർക്ക് കത്ത് കൊടുത്ത് അദ്ദേഹം സ്വയം വഷളായി. സ്പീക്കർ പറഞ്ഞു, ലീഡർ പോയാൽ ഡെപ്യൂട്ടി ലീഡറാണ് ആ സ്ഥാനത്ത്, എന്നെ അവിടെ ഇരുത്തി. അത്തരം കത്തുകൾ കൊടുക്കാറുണ്ട് പുള്ളി. 24 മണിക്കൂറിൻ്റെ പിന്നെ ഒരു ആയുസില്ലാത്ത കത്തുകൾ. അദ്ദേഹം ജോസ് കെ മാണിയുടെ വെറും ഒരു കുടലൂത്തുകാരനായി മാറിയിരിക്കുന്നു. തനിമ അഗ്രോ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തൊടുപുഴയിൽ തനതായ സ്ഥാനം നിലനിർത്തുന്ന തനിമ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ സാധാരണക്കാരുടെ ജീവിത സമൃദ്ധി ലക്ഷ്യമാക്കിയും കർഷകർക്കും ക്ഷീരകർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിപണന സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് തനിമ അഗ്രോ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഡീൻ കുര്യാക്കോസ് MP സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളെ സഹായിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും അവരെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു വലിയ പാരമ്പര്യം ഈ കാലഘട്ടത്തിൻ്റെതായ അനിവാര്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് ഓരോ തരത്തിലുമുള്ള പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നത്. നമ്മുടെ യുവത്വത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അധ്വാനവും അവരുടേതായ പ്രവർത്തനവും പ്രയോജനകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടനപരമായിട്ടുള്ള വലിയ ദൗത്യം ഈ സംഘടന, ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സമസ്ത വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നാം കാണുന്നതായ അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുന്ന നിർണായകമായ സത്യം. അല്ലാത്ത പക്ഷം നമ്മുടെ നാടിന് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. എല്ലാവർക്കും കഴിവുകളുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സിസിലി അധ്യക്ഷത വഹിച്ചു. സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന പ്രവർത്തനങ്ങൾക്ക് ഇതുപോലൊരു ജനകീയ കൂട്ടായ്മ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോജ് ചിരിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് CK ജാഫർ, രാജീവ് പുഷ്പാങ്കദൻ, സണ്ണി തെക്കേക്കര, TS രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. TDS പ്രസിഡന്റ് JM പ്രഭാകർ സ്വാഗതവും സെക്രട്ടറി അശോക് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സൊസൈറ്റി ഷാപ്പുംപടി ജംഗ്ഷനിൽ ആരംഭിക്കുന്ന 60:40 കൊമേഴ്സ് ഫ്രണ്ട്ലി ഓപ്പൺ മാർക്കറ്റിൻ്റെ ഫോട്ടോ പ്രകാശനം ഡീൻ കുര്യാക്കോസ് MP ചെയർപേഴ്സണ് നൽകി നിർവഹിച്ചു. COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDFിൽ ചേരുന്നതിൽ പ്രതിഷേധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി തോമസ് കാട്ടുപാലത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനു പ്രസാദ്, ബിജു ജോൺ കലാപ്പറമ്പിൽ, ജെയിൻ സെബാസ്റ്റ്യൻ വാഴിയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 250ഓളം പ്രവർത്തകർ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോൺഗ്രസിന്റെയും KM മാണിയുടെയും നയങ്ങളും ആശയങ്ങളും ഇടതുപക്ഷവുമായി യോജിക്കുന്നതല്ലെന്ന് ജോസ് കെ വിഭാഗം വിട്ടവർ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 4.5 വർഷത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തെ സമസ്ത മേഖലകളിലും പുറകോട്ടടിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതത്തിലും മുൻപ് ഒരിക്കലും നടക്കാത്ത തരത്തിലാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. PSC നിയമന തട്ടിപ്പുകളും പിൻവാതിൽ നിയമനങ്ങളും കേരളത്തിലെ യുവജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തി. കാർഷിക പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. കഴിഞ്ഞ 20 വർഷക്കാലം UDF സംരക്ഷിച്ചു നിർത്തിയ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ജനാധിപത്യ വിശ്വാസികളോട് കാട്ടിയ അനീതി പ്രതിഷേധാർഹമാണ്. ഇടുക്കിയുടെ വികസനത്തിനെന്നും അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള PJ ജോസഫിന്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് അനിവാര്യമാണെന്നും ഇവർ പറഞ്ഞു. മുഖ്യമന്ത്രി ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ പറയുന്ന ന്യായങ്ങൾ ഈ ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ കടന്നു ചെല്ലുന്ന ഒന്നല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് സമീപ ദിവസങ്ങളിൽ വലിയ ഒരു ഒഴുക്ക് ഈ പാർട്ടിയിലേക്ക് പി ജെ ജോസഫ് സാറിന്റെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വലിയൊരു ഒഴുക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ, സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവിധ നേതൃപരമായിട്ടുള്ള പങ്കും ഈ ജില്ലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങളും കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വാർത്താ സമ്മേളനത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി തോമസ് കാട്ടുപാലത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനു പ്രസാദ്, ബിജു ജോൺ കാലാപ്പറമ്പിൽ, ജെയിൻ സെബാസ്റ്റ്യൻ വാഴയിൽ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്, മാത്യു സ്റ്റീഫൻ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, ജോയി കൊച്ചുകരോട്ട്, നോബിൾ ജോസഫ്, വി എ ഉലഹന്നൻ, പ്രദീപ് ജോർജ്, ബെന്നി പുതുപ്പടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPM പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി, TR സോമൻ, KR ഷാജി, KP ഷംസുദ്ദീൻ, MM റഷീദ്, KG സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100 വർഷങ്ങൾക്ക് മുൻപ് സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ചാണ് പാർട്ടി രൂപീകരിച്ചത്. അന്ന് ലോകത്താകെ കൊളോണിയ ഭരണം നടക്കുന്ന ഒരു കാലഘട്ടം, ബ്രിട്ടീഷ് ഭരണം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങളും വിലക്കുകളും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉള്ള 7 ആളുകൾ സഖാവ് ലെനിൻ്റെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ സോവിയറ്റ് യൂണിയനിൽ എത്തുകയും അതും അഫ്ഗാനിസ്ഥാൻ കടന്ന്, അന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അഫ്ഗാനിസ്ഥാൻ കടന്ന് താഷ്കെൻഡിൽ എത്തുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഇന്ത്യക്കാരായ ആളുകളുടെ യോഗമാണ് സഖാവ് ലെനിൻ താഷ്കെൻഡിൽ വിളിച്ചു ചേർത്തത്. അവിടെ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ മത്സ്യകൃഷിയുടെ 3ാം വർഷ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിന്റെ മത്സ്യകൃഷിയുടെ 3ാം വർഷ വിളവെടുപ്പ് സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ നടന്നു. മത്സ്യകൃഷി വിളവെടുപ്പിന്റെ വിതരണോദ്ഘാടനം കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി നിർവഹിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ 2017-18 കുടുംബശ്രീ വഴി പണിതീർത്ത 25,000 ലിറ്റർ പടുതാക്കുളത്തിൽ PTA പരിപാലിച്ചു വന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. PTA പ്രസിഡന്റ് TK മനീഷ്, PTA എക്സിക്യൂട്ടീവ് മനോജ്, SMC ചെയർമാൻ ബെൻസൺ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. വിളവെടുത്ത 60 കിലോയോളം മത്സ്യങ്ങളെ കുട്ടികൾക്ക് ഭക്ഷണത്തിനായി രക്ഷിതാക്കൾ വശം കൊടുത്തുവിട്ടു. ഇത്തവണ ഈ ഭാഗ്യം കിട്ടിയത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. ഈ വർഷം ഈ സ്കൂളിലെ പഠനം തീരുന്നതിനാലാണ് അവർക്ക് വിതരണം ചെയ്യുവാൻ PTA തീരുമാനിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തിയ വിളവെടുപ്പിൽ മത്സ്യകൃഷിയുടെ ചാർജുള്ള സിനി, കത്രിക്കുട്ടി എന്നിവരും സീഡ് കോർഡിനേറ്റർ നിഷയും പങ്കെടുത്തു. വിളവെടുപ്പ് കുട്ടികൾക്ക് തത്സമയം കാണുന്നതിനായി ഫേസ്ബുക്കിൽ ലൈവ് സംപ്രേഷണവും നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തൊടുപുഴയിലെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പഴഞ്ചൊല്ല് പറയാതെ വയ്യ. തൊടുപുഴയിൽ ട്രാഫിക് ബ്ലോക്ക് പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇപ്പോൾ COVID-19 തുടർന്ന് വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെ ട്രാഫിക് ബ്ലോക്കും കൂടി. റോഡിൽ അനധികൃത പാർക്കിംഗ് കൂടിയാകുമ്പോൾ ഗതികേട് ഇരട്ടിക്കുകയാണ്. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ നിന്നൊരു കാഴ്ച.
മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകർന്ന് മാട്ടുപ്പെട്ടി സൺമുൺ വാലിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളടക്കം പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാർ. മാസത്തിനപ്പുറമാണ് അടഞ്ഞുകിടന്ന ഹൈഡൽ ടൂറിസം സെന്ററുകളിലെ ബോട്ടുകൾ നീറ്റിലിറക്കുന്നത്. കോവിഡിനെ തുടർന്ന് അടച്ചുപൂട്ടിയ വിനോദസഞ്ചാര മേഖലയിലെ വിലക്ക് നീങ്ങിയതോടെയാണ് ഉപാധികളോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളും പ്രവർത്തനം ആരംഭിച്ചത്. കരക്കിരുന്ന ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പരിശോധനകൾ നടത്തി ട്രയൽ റണ്ണും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് ബോട്ടുകൾ സർവീസ് ആരംഭിക്കുന്നതെന്നും ബോട്ട് സർവേയർ മുഹമ്മദ് പറഞ്ഞു. ഇവിടെ നമ്മൾ ബോട്ടുകൾ പരിശോധിച്ചു. ബോട്ടുകളെല്ലാം നല്ല കണ്ടീഷനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവർക്ക് ബോട്ടുകൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവർക്ക് ടൂറിസം. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബോട്ടിംഗ് പുനരാരംഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മാസങ്ങളായി ജോലിയില്ലാതെ പ്രതിസന്ധി നേരിട്ടിരുന്ന ബോട്ട് ജീവനക്കാർ. கோவிட்-19 வந்துட்டு கேரளா ஹைடல் டூரிசம் போட்டிங் வந்துட்டு ஒரு 8 மாச காலகட்டங்களாக நிப்பாட்டி இருந்துச்சு. அதனால வந்துட்டு நாங்க ஸ்டாஃப் எல்லாமே ரொம்ப கஷ்டப்பட்டோம். ஆனா அன்னையில இருந்து அந்த போட்டு ஸ்டார்ட் ஆக போகுது. காரணம் என்னன்னு பார்த்தா அன்னைக்கு போட்டோட டெஸ்ட் நடக்க போகுது. டெஸ்ட் நடந்ததுக்கு அப்புறம் வந்துட்டு போட்டிங் மீண்டும் ஹைடல் டூரிசமும் டிடிபிசி ஸ்டார்ட் ஆக போகுது. இதனால கெஸ்ட் வருவாங்க நம்பிக்கையோட എല്ലാ സ്റ്റാഫും എതിർപാർത്തുകിട്ടും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സെന്ററുകൾ തുറന്നിരിക്കുന്നത്. മാസ്കും സാമൂഹിക അകലമടക്കം പാലിച്ച് കോവിഡിനെ പ്രതിരോധം തീർത്താണ് സെന്ററുകളുടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഹൈഡൽ സീനിയർ മാനേജർ ജോയൽ തോമസ് പറഞ്ഞു. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിലെ ബോട്ടുകളുടെ പരിശോധന ഇന്ന് പൂർത്തിയാകുന്നതും ഇന്ന് ഉച്ചകഴിഞ്ഞ് തന്നെ ബോട്ടിംഗ് ആരംഭിക്കാവുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. സഞ്ചാരികൾ വന്നു കഴിയുമ്പോൾ ബോട്ട് ഡ്രൈവേഴ്സിന് നമ്മൾ ഫേസ് ഷീൽഡ്, മാസ്ക് തുടങ്ങിയ സാധനങ്ങളെല്ലാം കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ ഓരോ പ്രാവശ്യവും ബോട്ടിംഗ് കഴിയുമ്പോൾ ലൈഫ് ജാക്കറ്റുകൾ അണുനശീകരണം വരുത്തി ഉപയോഗിക്കുന്നതിനുള്ള നിലവിൽ വിനോദസഞ്ചാര മേഖലകൾ പൂർണ്ണമായും തുറന്നെങ്കിലും സഞ്ചാരികൾ കാര്യമായി ജില്ലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. എന്നാൽ ബോട്ടിംഗ് അടക്കം ആരംഭിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെത്തുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാർ. നിർമ്മാണം പൂർത്തിയാക്കി 2 വർഷം കഴിഞ്ഞിട്ടും ചെറുതോണിയിൽ ടൂറിസം വകുപ്പിന്റെ ലോഡ്ജുകൾ തുറക്കാൻ നടപടിയില്ല. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച കോട്ടേജുകൾ ഇന്ന് കാടുമൂടിയ അവസ്ഥയിലാണ്. ചെറുതോണിയിൽ ടൂറിസം വകുപ്പ് കോടികൾ മുടക്കി നിർമ്മിച്ച എക്കോ കോട്ടേജുകൾ തുറക്കാനാവുന്നില്ല. കോട്ടേജുകളിലേക്കുള്ള വഴി വിട്ടുകൊടുക്കുവാനും കിണർ കുഴിക്കാനുമുള്ള അനുമതി നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതി വകുപ്പ് നിഷേധിക്കുന്നുവെന്നാണ് ആരോപണം. ഇതോടൊപ്പം കിണർ കുഴിക്കുന്നതിനുള്ള നടപടികൾക്കും വകുപ്പ് തടസ്സം നിൽക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നു. പ്രവർത്തനം തുടങ്ങാത്തതിനാൽ കെട്ടിടങ്ങൾ കാടുകയറി നശിച്ചു തുടങ്ങി. സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 8 കോടി രൂപയിലധികം മുതൽ മുടക്കിയാണ് ഈ ഇടുക്കി ആർച്ച് ഡാമിന് തൊട്ട് കീഴിലായി കാണുന്ന വളരെ സൗന്ദര്യമുള്ള ഈ സ്ഥലത്ത് 12ഓളം കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ച് കോട്ടേജിന് വേണ്ടി പണി പൂർത്തീകരിച്ചിട്ടിരിക്കുക. ഇത് തുറന്നു കൊടുക്കുന്ന കാരണം പറയുന്നത് വെള്ളം കിട്ടാതിരിക്കുക. തൊട്ടു താഴെയുള്ള വോളിബോൾ അക്കാദമിയുടെ സമീപത്ത് തന്നെ വെള്ളം കുഴിച്ച് അവിടെ നിർമ്മിതി കേന്ദ്രത്തിന് ചുമതല ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് നാളെ ഇതുവരെയായിട്ട് കാര്യം നടന്നിട്ടില്ല. അടിയന്തരമായി ഇതിന് തീരുമാനം ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തായാണ് കോട്ടേജുകൾ. നിലമ്പൂരിൽ നിന്ന് പ്രത്യേകമായി വരുത്തിച്ച തേക്കിൻ തടികൾ കൊണ്ടായിരുന്നു കോട്ടേജിന്റെ നിർമ്മാണം. ഇടുക്കിയിലെ ടൂറിസം രംഗത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പുള്ള പദ്ധതി പക്ഷേ നിർമ്മാണം പൂർത്തിയായി 2 കൊല്ലം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കുവാൻ ആയിട്ടില്ല. വഴിയും വെള്ളവുമാണ് പ്രശ്നം. കോട്ടേജുകളിലേക്കുള്ള റോഡ് KCBയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. ഡാമിന്റെ പരിസരത്ത് കിണർ കുഴിക്കുവാൻ KCBയുടെ അനുവാദം വേണം. അവിടെയും വൈദ്യുതി ബോർഡ് തടസ്സം നിന്നതായാണ് ആരോപണം ഉയരുന്നത്. മന്ത്രി എം മണി ഇടപെട്ടിട്ട് പോലും ചില ഉദ്യോഗസ്ഥർ പിടിവാശി കാണിക്കുന്നുവെന്നും പരാതിയുണ്ട്. അതേസമയം മറ്റൊരു വശത്തുകൂടി വഴി വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെന്നും കിണർ കുഴിക്കുന്നത് പ്രശ്നം തന്നെയെന്ന നിലപാടിലാണ് KCB ഉദ്യോഗസ്ഥർ. 2 കൊല്ലമായിട്ടും പകരം മാർഗങ്ങൾ കാണാതെ കോട്ടേജുകൾ കാടുകയറുവാൻ വിട്ടതിൽ DTPCക്കെതിരെ നാട്ടുകാർക്കിടയിൽ അമർഷമുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റത്തോടെ ഇടുക്കിയിൽ നിലപാട് കടുപ്പിച്ച UDF. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടിലാണ് UDF. 2 പതിറ്റാണ്ടോളമായി ഇടുക്കി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ആവശ്യപ്പെട്ടു.
4 തവണയും റോഷി നിയമസഭയിലെത്തിയത് UDF-നൊപ്പം നിന്നാണ്. UDF-ന്റെ കുത്തക മണ്ഡലം എന്നറിയപ്പെടുന്ന ഇടുക്കിയിൽ നിന്ന് തുടർച്ചയായി ജയിച്ച റോഷി അഗസ്റ്റിൻ ഒരു സുപ്രഭാതത്തിൽ ഇടതുമുന്നണിയിലേക്ക് പോയത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ജില്ലയിലെ UDF നേതൃത്വം. മുന്നണി ബന്ധത്തിനപ്പുറം ഇടുക്കിക്കാരുമായി ഹൃദയബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കിയ റോഷി രാജിക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജിക്കായി പ്രക്ഷോഭ പരിപാടികളടക്കം സംഘടിപ്പിക്കുന്ന ആലോചിച്ച് തീരുമാനിക്കുമെന്ന് UDF അറിയിച്ചു. റോഷി അഗസ്റ്റിൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ പിന്മാറ്റം ഒരു തരത്തിലും കോൺഗ്രസിനെയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ ബാധിക്കില്ല. കാരണം ബഹുമാന്യനായ KM മാണി സാറിനെ അപമാനിച്ച എല്ലാ സാഹചര്യങ്ങളും ജനങ്ങൾക്കറിയാം. CPM-ന്റെ നേതൃത്വത്തിൽ വേട്ടയാടുകയായിരുന്നു KM മാണി സാറിനെ. ആ ഒരു പാർട്ടിയിലേക്ക്, ആ ഒരു പക്ഷത്തേക്ക് ഇത്തരത്തിൽ ജോസ് കെ മാണി വിഭാഗം മാറിയത് എന്തുകൊണ്ടും രാഷ്ട്രീയ അധാർമികതയാണ്. നമ്മുടെ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റോഷി അഗസ്റ്റിൻ MLA സ്ഥാനം രാജിവെക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലഭിച്ച രാജ്യസഭാ സീറ്റ് ധാർമ്മികതയുടെ പേരിൽ ഞാൻ രാജിവെക്കുന്നുവെന്ന് ജോസ് കെ മാണി പറഞ്ഞുവെങ്കിൽ അതിന്റെ അതേ നാമധേയത്തിൽ ലഭിച്ചിട്ടുള്ള കോട്ടയം MP സ്ഥാനവും അതേപോലെ തന്നെ ഇടുക്കി MLA സ്ഥാനവും അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ധാർമ്മികത. ജോസ് കെ മാണി വിഭാഗം UDF-വുമായി ചേർന്ന് ഭരിക്കുന്ന ഭൂപണയ ബാങ്കുകളടക്കമുള്ളവയുടെ ഭാവി എന്താകുമെന്ന ആശയവും ഇരുകൂട്ടർക്കുമുണ്ട്. പാലാ സീറ്റിൽ NCP-യും ജോസ് വിഭാഗവും ഉറച്ചു നിൽക്കുമ്പോൾ പ്രശ്നപരിഹാരമാണ് CPM-ന് മുന്നിലെ കടമ്പ. ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന് 166 വർഷം പിന്നിടുമ്പോൾ മൂന്നാറിൽ സ്ഥാപിച്ച പോസ്റ്റ് ബോക്സ് നമ്പർ 9-ന് 100 വയസ്സ്. 1920-ൽ ബ്രിട്ടീഷ് കാലത്ത് സ്ഥാപിച്ചതാണ് ഈ പോസ്റ്റ് ബോക്സ് നമ്പർ. 100 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി KDHP കമ്പനിക്ക് തപാൽ വകുപ്പ് മെമന്റോ നൽകി. പോസ്റ്റ് ബോക്സ് നമ്പർ 9. എന്താണ് ഈ പോസ്റ്റ് ബോക്സ് നമ്പർ 9? എന്താണ് ഇതിന്റെ പ്രത്യേകത? 1854-ലാണ് ഇന്ത്യയിൽ തപാൽ സർവീസ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ തപാൽ സർവീസ് ആരംഭിച്ചിട്ട് 166 വർഷം പിന്നിടുമ്പോൾ രാജ്യത്താകമാനം 4,33,417 ജീവനക്കാരുണ്ട്. 11,496.18 കോടി രൂപ പ്രതിശീർഷം പൊതുഖജനാവിന് വരുമാനമുണ്ടാക്കുന്ന മഹാപ്രസ്ഥാനം. ഇന്ത്യൻ തപാൽ സർവീസിന് 166 വർഷം പഴക്കമുണ്ടെങ്കിൽ പോസ്റ്റ് ബോക്സ് നമ്പറിന് 100 വയസ്സുണ്ട്. രാജ്യത്ത് തന്നെ ഇത്രയും പഴക്കമുള്ള പോസ്റ്റ് ബോക്സ് നമ്പറിന്റെ ഉടമ ആരെന്ന് ചോദിച്ചാൽ ലോകത്തിന് ഇന്ത്യൻ ചായയുടെ രുചി പകർന്നു നൽകുന്ന മൂന്നാറിലെ കണ്ണന്തേവൻ കമ്പനിയാണ്. മൂന്നാർ ചായത്തോട്ടം ആരംഭിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് കമ്പനിക്കായി അനുവദിച്ചു കിട്ടിയ പോസ്റ്റ് ബോക്സ് നമ്പർ 9 ഇപ്പോഴും വെള്ളക്കാരുടെ പിന്മുറക്കാരായ കണ്ണന്തേവൻ കമ്പനി കുറ്റമറ്റ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്റർനെറ്റിന്റെ വരവോടെ രാജ്യത്തെ വൻകിട കമ്പനികളെല്ലാം തപാൽ വഴിയുള്ള കത്തിടപാടുകൾ അവസാനിപ്പിക്കുകയും ഇമെയിൽ വഴി കത്തിടപാടുകൾ നടത്തുവാൻ ആരംഭിച്ചുവെങ്കിലും തപാൽ സംവിധാനത്തെ കൈവിടാൻ കണ്ണന്തേവൻ കമ്പനി തയ്യാറായിട്ടില്ല. കമ്പനിയുടെ കത്തിടപാടുകളെല്ലാം തപാൽ മാർഗം തന്നെയാണ്. കമ്പനിക്ക് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അനുവദിച്ചു നൽകിയ പോസ്റ്റ് ബോക്സ് 100 വർഷം പരിപാലിച്ച KDHP കമ്പനിക്ക് തപാൽ വകുപ്പ് മെമന്റോ നൽകി ആദരിച്ചു. 1920-ലാണ് മൂന്നാറിൽ കമ്പനിക്ക് പോസ്റ്റ് ബോക്സ് നമ്പർ സർക്കാർ അനുവദിച്ചു നൽകുന്നത്. 100 വർഷക്കാലമായി കമ്പനിയുടെ 50,000-ഓളം വരുന്ന തൊഴിലാളികളും മറ്റു ജീവനക്കാരും കത്തിടപാടുകളെല്ലാം നടത്തിയതും ഈ പോസ്റ്റ് ബോക്സ് നമ്പർ 9 വഴി തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പോസ്റ്റ് ബോക്സ് നമ്പറും ഇതുതന്നെ. പോസ്റ്റ് ബോക്സ് നമ്പർ 9. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. അയ്യപ്പൻകോവിൽ തൂക്കുപാലം നവീകരിക്കുവാനുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ തീരുമാനം നടപ്പിലായില്ല. ഇതുമൂലം ജനങ്ങൾ ദുരിതത്തിലാണ്. 2019-ലാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ DTPCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നവീകരണത്തിന് തീരുമാനമെടുത്തത്. വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ സിൽ അക്രഡിറ്റഡ് ഏജൻസിയെ ചുമതലപ്പെടുത്താനും യോഗം തീരുമാനിച്ചിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സമയബന്ധിതമായി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. എന്നാൽ 1 വർഷമായിട്ട് രൂപരേഖ തയ്യാറാക്കാൻ പോലും നടപടി ഉണ്ടായിട്ടില്ല. ഇടുക്കി റിസർവോയറിന്റെ കുറുകെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 2012-13 2,05,00,000 രൂപ ചെലവഴിച്ച് ജില്ലാ റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് തൂക്കുപാലം നിർമ്മിച്ചത്. കൊച്ചി കേന്ദ്രമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു 1.20 മീറ്റർ വീതിയും 200 മീറ്റർ നീളവുമുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. നിർമ്മാണശേഷം അറ്റകുറ്റപ്പണികളൊന്നും നടത്താതിരുന്നതിനാൽ തൂക്കുപാലത്തിന് കാര്യമായ ബലക്ഷയമുണ്ടായി. ഇരുചക്ര വാഹനങ്ങൾ കയറ്റിയും അനുവദീയമല്ലാത്ത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ കയറിയും ഓരോ ദിവസവും ബലക്ഷയം കൂടി വന്നു.
വിവിധ ഭാഗങ്ങളിൽ തുരുമ്പെടുക്കുകയും നട്ടും ബോൾട്ടും അയഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ബലക്ഷയം മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തതോടെ ഇരുചക്ര വാഹനങ്ങൾ കയറ്റരുതെന്നും ഒരേ സമയം 40 പേരിൽ കൂടുതൽ കയറരുതെന്നും കാണിച്ച് ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. റിസർവോയറിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഓരോ ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇപ്പോഴും ഇവിടെ എത്തുന്നത്. പുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതും തൂക്കുപാലത്തിലൂടെയാണ്. ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമായി DTPC അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ബാഹുല്യവും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് തൂക്കുപാലം നവീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. രാജേഷ് ടിവിളയിൽ BBC ന്യൂസ് ഉപ്പുതറ. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും ക്രമക്കേടും വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. പ്രതിഷേധ ധർണ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയിൽ 15 ലക്ഷവും വഴിവിളക്ക് സ്ഥാപിച്ചതിൽ 16 ലക്ഷവും കുപ്പി പൊടിക്കുന്ന മിഷനറി സ്ഥാപിച്ചതിൽ 11 ലക്ഷവും വിധവകളുടെ മെഴുകുതിരി യൂണിറ്റ് 2 ലക്ഷവും ഏലക്ക ഗ്രേഡിംഗ് യൂണിറ്റ് സ്ഥാപിക്കാതെ പണം ചെലവഴിച്ചതുൾപ്പെടെ 56 ലക്ഷം രൂപയുടെ അഴിമതിയും വനിതാ ക്യാൻറ്റീൻ, റൂറൽ മാർക്കറ്റ് എന്നിവ പ്രവർത്തിക്കാത്തതിൽ 50 ലക്ഷം രൂപയുടെ നഷ്ടവും സമയബന്ധിതമായ വാർഷിക പദ്ധതി പൂർത്തീകരിക്കാത്തതിനാൽ 2018 52 ലക്ഷവും 2018 52 ലക്ഷവും 2019 1,05 ലക്ഷവും 2020 1,42 ലക്ഷവും ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം പഞ്ചായത്തിന് നഷ്ടമായെന്ന് ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബാബു അത്തിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാബു വയലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലൗലി ഈശോ, ടിൻസി, ഷിജു, നേതാക്കളായ വക്കച്ചൻ തുരുത്തിയിൽ, അജി കീഴ്വാറ്റ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു. 62-ാം മൈൽ തൊണ്ടിയാർ മേഖലകളിലാണ് രാത്രികാലങ്ങളിൽ കാട്ടാനകൾ വ്യാപകമായി ഏലം നശിപ്പിക്കുന്നത്. മുൻപും പലതവണ കൃഷി നശിപ്പിക്കുകയും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മുൻപും പലതവണ കൃഷി നശിപ്പിക്കുകയും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ യാതൊരു സഹായവും നൽകാൻ തയ്യാറായിട്ടില്ല. കർഷകർ അമിതമായ ചെലവ് വഹിച്ചാണ് ഏലകൃഷി നടത്തുന്നത്. വിളവെടുപ്പ് നടത്താറായ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷികളാണ് അടിക്കടി കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക അപര്യാപ്തമാണ്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഡ്രഡ്ജ് നിർമ്മാണത്തിന്റെയും വൈദ്യുതി വേലി നിർമ്മാണത്തിന്റെയും മറവിൽ എല്ലാ വർഷവും പണം അനുവദിക്കാറുണ്ടെങ്കിലും കർഷകർക്ക് യാതൊരു ഗുണവുമില്ല. വനംവകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കഴിഞ്ഞ ഉത്രാട നാളിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുമെന്ന് കർഷക കോൺഗ്രസ് പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് മെജോ കാര്യമുട്ടം പറഞ്ഞു. നമുക്കറിയാം, വനംവകുപ്പ് ലക്ഷക്കണക്കിന് രൂപ ട്രെഞ്ചിങ്ങും മറ്റു പരിപാടികൾക്കുമായി ദൂർത്തടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ഗുണം കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇതിനെതിരെയാണ് കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ കഴിഞ്ഞ ഉത്രാട നാളിൽ നിരാഹാര സമരം അനുഷ്ഠിച്ചത്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യുകയാണ്. മാർട്ടിൻ കൊച്ചുപുര, ക്രിസ് ഇല്ലിക്കുമുറി, സെബി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ഇത്തവണ നാശം വരുത്തിയിരിക്കുന്നത്. കുരിശുമല, മുല്ലയാർ, വള്ളക്കടവ് എന്നീ മേഖലകളിലും വനാതിർത്തിയുള്ള കൃഷിസ്ഥലങ്ങളിലും നാശം വരുത്തുന്നത് സർവ്വസാധാരണമാണ്. നിരവധി തവണ കർഷകർ സംഘടിച്ച് സമരം നടത്തുമ്പോൾ നിരവധി ഉറപ്പുകൾ വനംവകുപ്പ് നൽകാറുണ്ടെങ്കിലും പാലിക്കപ്പെടാറില്ലെന്ന് കർഷകർ ആരോപിച്ചു. അല്ലാതെ ആൾക്കാർ കൂടി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോൾ പ്രശ്നം തീർക്കാൻ വേണ്ടി ഓടി വരും, ഉടനെ ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ അനുവദിക്കും. അതുകൊണ്ട് എന്താണ്, ഇപ്പം സോളാർ ഫെൻസ് ചെയ്തു 15 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വകയിരുത്തി ചെയ്തതാണ്. അതെല്ലാം വനത്തിന് അതിൻ്റെ കൂടെ കാട് പിടിച്ച് ഇങ്ങനെ അതൊന്ന് തള്ളിക്ക് അതും കളഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇത് കാര്യക്ഷമമായിട്ട് ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് തീർത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആനശല്യം എന്നേക്കുമായിട്ട് ഇല്ലാതാകത്തുള്ളൂ. BBC ന്യൂസിന് വേണ്ടി ബാബൻ സണക്കര. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുവാൻ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ചെങ്കളം വ്യൂ വാലി ബോട്ടിംഗ് സെന്ററിൽ വെള്ളിയാഴ്ച മുതൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വലിയ ബോട്ടും 2 സ്പീഡ് ബോട്ടുകളുമാണ് ഇപ്പോൾ സെന്ററിൽ ഉള്ളത്. പൂർണ്ണമായി കോവിഡ് ജാഗ്രത കൈക്കൊണ്ടായിരിക്കും സഞ്ചാരികളെ ബോട്ടിംഗ് സെന്ററിൽ പ്രവേശിപ്പിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. മാർച്ച് മാസത്തിലായിരുന്നു ഇതര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെന്ന പോലെ ചെങ്കുളം വ്യൂ വാലി ബോട്ടിംഗ് സെന്ററും കോവിഡ് ആശങ്കയിൽ അടച്ചത്. 6 മാസങ്ങൾക്കിപ്പുറം സെന്ററിൽ വെള്ളിയാഴ്ച മുതൽ വീണ്ടും ബോട്ടിംഗ് പുനരാരംഭിച്ചു. ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷമായിരിക്കും സന്ദർശകരെ ബോട്ടിംഗ് സെന്ററിൽ പ്രവേശിപ്പിക്കുന്നത്. സന്ദർശകരായി എത്തുന്ന മുഴുവൻ ആളുകളുടെയും പേരുവിവരങ്ങൾ ശേഖരിക്കും. കോവിഡ് വ്യാപനം കുറയുന്ന മുറയ്ക്ക് കൂടുതൽ സന്ദർശകരെത്തുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ബോട്ടിംഗ് സെന്റർ സൈറ്റ് ഇൻചാർജ് കെ സതീഷ് കുമാർ പറഞ്ഞു. ഈ കേരള ഹൈഡൽ ടൂറിസം തൊഴിലാളികളും മറ്റുള്ള വിവിധ ടൂറിസം മേഖല പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പുത്തനുറവ് പാകിക്കൊണ്ട് തന്നെ കോവിഡ് എന്ന മഹാമാരിയെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജോലിയിലേക്ക് ഞങ്ങൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒട്ടനവധി പ്രതീക്ഷകളും
ടൂറിസം മേഖല ഇനിയും പുത്തുണർവ് പ്രാപിച്ചുകൊണ്ട് ഇനിയും പുരോഗമനം വന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറായിരിക്കുക. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാർദവമായ സ്നേഹം മാത്രമല്ല, പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് മാത്രം ഇവിടെ അകത്ത് പ്രവേശിക്കുവാനും പോകുവാനും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാർച്ച് മാസം മുതൽ അടഞ്ഞുകിടക്കുന്നതിനാൽ ബോട്ടുകൾക്ക് നടത്തേണ്ടതായി വന്ന അറ്റകുറ്റപ്പണികൾ എല്ലാം ഇതിനോടകം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന സ്പീഡ് ബോട്ടിന് 920 രൂപയാണ് ചാർജ്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷ. എസ് സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. കാലാവസ്ഥാ വ്യതിയാനം പയർ പാവൽ കർഷകർക്ക് കനത്ത പ്രതിസന്ധിയാവുന്നു. വിലക്കുറവിനോടൊപ്പം കീടബാധ്യതയും വർദ്ധിച്ചതോടെ പയർ കൃഷി നശിച്ച അവസ്ഥയിലാണ്. മികച്ച വില ലഭിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാവുന്നു. അതിരാവിലെ ഉണ്ടാവുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയും തുടർന്നുള്ള കടുത്ത വെയിലും മൂലം പയറിനും മഞ്ഞപ്പും ഇലകരിച്ചിലും ബാധിക്കുകയാണ്. കൂടാതെ കീടങ്ങളുടെ ആക്രമണവും ഇലപ്പള്ളി രോഗവും മൊസൈക്ക് രോഗവും വ്യാപകമായി. മുഞ്ഞയുടെയും വെള്ളീച്ചയുടെയും ചാഴിയുടെയും ശല്യം രൂക്ഷമാണ്. പയറ് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറിന്റെ ചുവട് ചീർത്തു പൊട്ടുകയും ചീർത്തു പൊട്ടി ചീഞ്ഞു പോവുകയാണ്. അതായത് നമുക്ക് ലാസ്റ്റ് പയർ കിട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ആദ്യം പയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കരിവള്ളി ഈ മഴക്കൂടൽ കാരണം കരിവള്ളിയും മറ്റ് ചീച്ചൽ രോഗങ്ങളും കാരണം വളരെ കഷ്ടപ്പെടുത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതായത് പയറ് കറുത്ത് നമുക്ക് വിൽക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇത്തവണ വളരെ പ്രതീക്ഷയോടെയാണ് കർഷകർ പയർ കൃഷി ആരംഭിച്ചത്. എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കാലവർഷം ശക്തമായത് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇലപ്പുള്ളി രോഗം വന്ന മിക്ക തോട്ടങ്ങളും കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന തോട്ടങ്ങളിൽ പുതുതായി വിരിയുന്ന പൂവും കൂമ്പും കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നതോടെ ഉൽപാദനത്തിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. പയറിന്റെ വില കുറഞ്ഞതും കർഷകർക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവനെ സംബന്ധിച്ച് കൃഷി മൊത്തത്തിൽ നഷ്ടമാണ്. വിലയുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉൽപാദനം നമുക്ക് നല്ലൊന്നും പോലും കിട്ടുന്നില്ല. 100 കിലോ പയർ എടുക്കേണ്ട സമയത്ത് 10 കിലോ പോലും നമുക്കിപ്പം കിട്ടുന്നില്ല പയർ. ഇപ്പോൾ 25 രൂപ വരെയാണ് കിലോഗ്രാമിന് പയർ കർഷകന് ലഭിക്കുന്നത്. മാർക്കറ്റിൽ മികച്ച വില ഉണ്ടെങ്കിലും കർഷകന് ഇതൊന്നും ലഭിക്കുന്നില്ല. വളങ്ങളുടെയും കീടനാശിനികളുടെയും വിലവർദ്ധനവും കർഷകർക്ക് പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ മിക്ക കർഷകരും ലോണെടുത്തും വട്ടിപ്പലിശയ്ക്കും കടം വാങ്ങിയുമാണ് കൃഷി നടത്തിവരുന്നത്. ഒരേക്കർ പയർ കൃഷി ചെയ്യുന്നതിന് 50,000-ലധികം രൂപ ചെലവ് വരും. ഇപ്പോഴത്തെ വിലയ്ക്ക് കൃഷി നഷ്ടമാണെന്ന് കർഷകർ പറയുന്നു. 40 രൂപയിൽ മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ കൃഷി ലാഭകരമാകൂ. ഭാരിച്ച പണിക്കൂലിയും തൊഴിലാളികളെ കിട്ടാത്തതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുൻപൊക്കെ കൃഷിഭവന്റെ സഹായം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ യാതൊരു ആനുകൂല്യവും കർഷകന് ലഭിക്കുന്നില്ല. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. പോത്താനിക്കാട് ചാത്തമറ്റം മുള്ളരിങ്ങാട് റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണിക്ക് നടപടിയില്ല. വലിയ കുഴികളിൽ ചാടിയാണ് വാഹനങ്ങളുടെ സഞ്ചാരം. ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നുമുണ്ട്. റോഡൊന്ന് നന്നാക്കി കിട്ടുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. പോത്താനിക്കാട് ചാത്തമറ്റം മുള്ളരിങ്ങാട് റോഡിലുടനീളം യാത്രക്കാരുടെ നടുവൊടിക്കുന്ന കുഴികളാണ്. കുളങ്ങൾ പോലെയുള്ള വലിയ കുഴികൾ. കുഴികളിൽ ചാടിയും കരകയറിയും ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് ഇത്. നിരന്തരം വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർ ചെളിവെള്ളത്തിൽ കുളിച്ചാണ് റോഡ് താണ്ടുന്നത്. പലരും മറിഞ്ഞു വീഴുന്നുമുണ്ട്. വർഷങ്ങളായി റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഇടയ്ക്കിടെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി ഉണ്ടാകാറുണ്ട്. ഏറെ വൈകാതെ വീണ്ടും കുഴികളായി മാറുമെന്ന് മാത്രം. കുഴികൾ മാത്രമല്ല, ചിലയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുകിടക്കുന്നതും വാഹനങ്ങൾക്ക് ഭീഷണിയാണ്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആണ്ടുകാലം ഒരു ഇച്ചിരി മെറ്റൽ കൊണ്ടിട്ട് കുഴിയൊന്ന് നിർത്തും. PWD റോഡായതുകൊണ്ട് 6 മാസം കഴിഞ്ഞതിന് മുമ്പ് അത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അനേകം ടോറസും മറ്റ് ചെറുവണ്ടികളും ദിവസം പ്രതി ഈ റോട്ടിൽ കൂടെ പോകുന്നു. പല ബൈക്കുകാരും
ഒന്ന് വീണ് ഈ കുഴിയിൽ കിടന്ന് കുളിച്ചാൽ കയറി പോകാറുണ്ട് സാധാരണയായിട്ട്. അങ്ങേ കുഴിയിൽ അടുത്ത കുഴിയിൽ പാർശ്വഭിത്തി ഇടിഞ്ഞ് റോഡ് ഇപ്പോൾ തകരും. വണ്ടി താഴെ പറമ്പിലേക്ക് എപ്പോൾ ചാടണമെന്നുള്ള അറിയാൻ സാധിക്കില്ല, അതുപോലെ തകർന്നു കിടക്കുകയാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ ദുരിതയാത്ര വേണ്ടിവരുമെന്ന് നാട്ടുകാർക്ക് ഒരു നിശ്ചയവുമില്ല. എത്രയും വേഗം റോഡ് നന്നാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. LDF-നോടൊപ്പം ചേരാനുള്ള തീരുമാനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോതമംഗലത്ത് ജോസ് വിഭാഗത്തിന്റെ പ്രകടനം. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ജോസ് കെ മാണി വിഭാഗം LDF-നൊപ്പം ചേരാൻ തീരുമാനമെടുക്കുകയും LDF നേതാക്കൾ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ നിയോജക മണ്ഡലങ്ങൾ തോറും പ്രകടനവും സമ്മേളനവും ഉണ്ടായിരുന്നു. കോതമംഗലത്ത് നടന്ന സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടോമി ജോസഫ്, PO ഫിലിപ്പ്, NC ചെറിയാൻ, MM ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പോൾ മുണ്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക തൊഴിലാളികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സ്വീകാര്യമായ വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർക്കാൻ പോവുകയാണ്. അത് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ കൃത്യമായി പറയുകയും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൈകുന്നേരം പ്രോട്ടോകോൾ അനുസരിച്ച് 5 പേരെ കൂട്ടി നമ്മളുടെ ഐക്യദാർഢ്യം LDF-നോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് പറയുകയുണ്ടായി. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടുകയും ഇനി മുതൽ അങ്ങോട്ട് LDF-വുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബസ് ഡ്രൈവറുടെ അതിസാമർഥ്യം മൂലം പോത്താനിക്കാട്ടുകാരനായ യുവാവിന് തിരിച്ചു കിട്ടിയത് സ്വന്തം ജീവനാണ്. കണ്ടുനിന്നവർ അത്ഭുതപ്പെട്ടുപോയ ആ ദൃശ്യം കാണാം. ഇവിടെന്നാ പോയെന്നാട്ടോ, ഇവിടെന്നാ പോയെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ആള് തിരക്കുറവല്ലേ, അതുകൊണ്ട് ഈ ഒരു സ്ലോയില് വന്നത് ഒന്നാമത്തെ കാരണം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് M കോതമംഗലത്ത് ധർണ നടത്തി. ആദായ നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ വീതം പെൻഷൻ നൽകണമെന്നാണ് കേരള കോൺഗ്രസ് M-ന്റെ ആവശ്യം. കോതമംഗലത്ത് പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ നടത്തിയ സമരം മുൻ മന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AT പോലോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ലിസി ജോസ്, ജോമി തെക്കേക്കര, റോയിസ് കറിയ, കെന്നഡി പീറ്റർ, ജോർജ് അമ്പാട്ട്, ബിനോയ് ജോസഫ്, തോമസ് K മാത്യു, സ്കറിയാച്ചൻ തുടുമ്പൽ, TV ജോസ് എന്നിവർ പങ്കെടുത്തു. പെൻഷൻ ആവശ്യപ്പെട്ടുള്ള സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ വ്യക്തികൾക്കും അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാനുള്ള മാർഗമില്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ അനുവദിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുകൊണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാനത്തൊട്ടാകെ നമുക്കറിയാം, ശ്രീമതി നിർമ്മല സീതാറാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് 10,000 രൂപ ഉത്സവത്തെ കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ നികുതിയുടെ നല്ലൊരു ശതമാനവും ശമ്പളമായി കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ല ഇതിന്റെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടിക്കുളത്ത് പാടശേഖരത്ത് വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിൽ പൊട്ടിവീണിട്ട് 1 മാസം പിന്നിടുന്നു. വൈദ്യുതി ബോർഡ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. നേതാക്കൾ എല്ലാവരും ജോസ് കെ മാണിയെ കൈവിട്ടതായി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന റോഷി അഗസ്റ്റിൻ മാത്രമാണ് ജോസ് കെ മാണിയോടൊപ്പം ഉള്ളതെന്ന് ജോസഫ് പരിഹസിച്ചു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDF-ൽ ചേരുന്നതിൽ പ്രതിഷേധിച്ച് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി തോമസ് കാട്ടുപാലത്തിൽ ഉൾപ്പെടെ 250ഓളം പ്രവർത്തകർ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. CPM പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി പതാക ഉയർത്തി.
നെടുമ്പറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ മത്സ്യകൃഷിയുടെ 3ാം വർഷ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Pulimutil Silks. It's time to change. The wind in your wings and many other things. She's the storm cloud. She's the silver lining. She's ever changing, ever shining. Zoe, lifestyle jewelry for the modern woman. 25 years of excellence in technical education. The University College of Engineering, Thodupuzha offers beta courses affiliated to KTU. ChavaraMatrimony.com, uniting hearts and lives. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെടുത്താലും 200 രൂപയ്ക്ക് ഒരു കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും 200 രൂപയ്ക്ക് സ്വന്തമാക്കൂ. ഡയറക്ട് ഫാക്ടറി സെയിൽ. ഓൾഡ് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഫാക്ടറി ഔട്ട്ലെറ്റ്, വിലക്കുറവിന്റെ പീടിക, കാക്സിന് എതിർവശം, ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ സ്പെഷ്യൽ ഓഫർ. 1000 രൂപ വിലയുള്ള പ്രഷർ കുക്കർ വെറും 199 രൂപയ്ക്ക്. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഒമേഗ ഓ ബ്രാൻഡ് നമ്പർ 1. വീടെന്ന നിങ്ങളുടെ സ്വപ്നം പൂർണ്ണതയോടെ സഫലമാകട്ടെ. ഒമേഗ ഓ ബ്രാൻഡ് റൂഫിംഗ് ടൈലുകൾ, തൊടുപുഴ, തൃശൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. ഈ ഓണത്തിന് മഹാറാണിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഒരുക്കി വിലക്കുറവിന്റെ ആഘോഷം. ഓണം സ്പെഷ്യൽ കളക്ഷൻസ് 40 മുതൽ 70% വരെ വിലക്കുറവ്. കൂടാതെ മറ്റനവധി ഓഫറുകളും. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം.